ആധ്യാത്മികതയുടെ എല്ലാ കച്ചവട കേന്ദ്രങ്ങളും അല്പം പോലും ഭേദമില്ലാതെ സത്യമറിയാതെ ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സർവഭൂതങ്ങളെയും പ്രത്യേകാത്മാവിൽ കണ്ട് പ്രത്യേകാത്മാവിനെ പരമാത്മാവാണെന്നുറച്ച് അദ്വൈത ഭാവനയിലേക്കുയർന്ന് സമ്പുഷ്ടമായ ഒരു നിലയിലുള്ള ആധ്യാത്മികതയിൽ വിരാജിക്കുന്നവരല്ല ഇവർ. ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ ത്രാണിയില്ലാത്തവരും വിദ്യാഭ്യാസ ലൈസൻസ് കൊണ്ട് ഉന്നതരും സാമാന്യ വിജ്ഞാനത്തിൻ്റെ തലത്തിൽ കോമൺ സെൻസിൻ്റെ തലത്തിൽ ശൂന്യരും ജീവിതരംഗങ്ങളിൽ പരാജിതരുമായ അകർമ്മത്തിൽ സംഘം വന്നവരെ മുഴുവൻ ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയ നിറഭേദം കൂടാതെ ബാലൻ വൃദ്ധനെന്ന ഭേദമൊന്നുമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സംഘടിപ്പിച്ച് കൂത്താടുന്ന ഒരാധ്യാത്മികതയ്ക്കു നേരെയാണ് ഭഗവാൻ കൃഷ്ണൻ അതിശക്തമായി അർജുനനെ മുൻനിർത്തി യുദ്ധക്കളത്തിൽ അകർമ്മത്തിൽ നിനക്ക് സംഘമരുതെന്ന് പറയുന്നത്. ജയിലിലാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ദുഷ്ടന്മാരെ ജയിലിലാക്കിയവൻ്റെ അണികളും ജയിലിലാക്കിയവൻ്റെ അണികളായ ദുഷ്ടന്മാരെ അകത്താക്കിയവൻ്റെ അണികളും തമ്മിൽ തല്ലി ചത്തൊടുങ്ങുമ്പോഴെങ്കിലും ശുദ്ധത നാടിനുണ്ടാവും. അത്രയും ക്രൂരമായൊരു വിനോദത്തിന് തുനിഞ്ഞാൽ പോലും ഉത്തമന്മാർക്ക് ജീവിക്കാൻ കഴിയും. ഉത്തമമായ ജീവിതമാണ് ഭരണാധികാരി ആഗ്രഹിക്കുന്നതെങ്കിൽ, ഉത്തമ ജീവിതമാണ് ധ്യാനനിരതനായ യോഗി ആഗ്രഹിക്കുന്നതും പറഞ്ഞുകൊടുക്കുന്നതും നാട്ടിൽ വളരാൻ ഇടയാക്കുന്നതും എങ്കിൽ ഇത് ചെയ്യേണ്ട സമയം വൈകിയിരിക്കുന്നു എന്ന് തീർച്ചയാണ്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ സാഖ്യയോഗത്തിലെ 47-ാം ശ്ലോകം 4 കർമ്മസൂത്രങ്ങൾ അടങ്ങിയതാണ്. അതിലെ സൂത്രങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ശ്രദ്ധേയമായ അതിശ്രദ്ധേയമായ ആ ചിന്തയിൽ കർമ്മം നിരന്തരമാണ്, കർമ്മനൈരന്തര്യമാണ് വ്യക്തിയും അതുപോലെ തന്നെ സമൂഹവും എന്ന് പറയാം. ഈ പ്രപഞ്ചം തന്നെ കർമ്മമാണ്. നിരന്തരമായ കർമ്മമാണിതിൻ്റെ എല്ലാം ചാലക ശക്തിയായി കാണുന്നത്. മായാവൃതമായ ഈ പ്രപഞ്ചം കർമ്മരഹിതമായ നിശബ്ദമായ ഈശ്വരൻ്റെ മേലുണ്ടായ ചലനമാണ്, ഈ ക്ഷണമാണ്. എല്ലാ കർമ്മങ്ങളും എരിഞ്ഞടങ്ങുന്ന ബോധം നിശബ്ദ നിസ്തന്ത്രമായി ഈശ്വരനിലെത്തുകയാണ്. കർമ്മമായത് ആവിർഭവിക്കുമ്പോൾ ഒരു ക്ഷണനേരം പോലും ഒരാളും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മകൃത്
കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈ നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മകൃത്. കർമ്മം ചെയ്യാതെ ക്ഷണമാത്രം കൂടി ഇരിക്കാൻ പ്രയാസമാണ്. വിഹിത കർമ്മങ്ങൾ കർമ്മസംഗം കൊണ്ട് ത്യജിച്ചു, അകർമ്മസംഗം കൊണ്ട് ത്യജിച്ചു. അകർമ്മത്തിൽ നീ സംഘമുള്ളവനാകരുത് എന്നാണ് അവസാന സൂത്രം. അകർമ്മത്തോടുള്ള സംഘം കൊണ്ട് വിഹിത കർമ്മങ്ങൾ മാത്രമേ ത്യജിക്കാൻ പറ്റൂ. അപ്പോൾ ഏതെല്ലാം കർമ്മമാണ് പാരിശേഷികമായി ഉള്ളത്? ഒരാൾ വിഹിതങ്ങളായ കർമ്മങ്ങളെ ത്യജിക്കുന്നുവെങ്കിൽ അയാൾ നിഷിദ്ധങ്ങളായ കർമാചരണം ചെയ്യും. ഇത് നിശ്ചയമാണ്. ഉത്തമന്മാരായ അനേക ജന്മ സംസിദ്ധമായി കർമ്മം ചെയ്ത് അന്ധക്കരണം വിശുദ്ധമായി കർമ്മങ്ങൾ സ്വയമേവ അസ്തമിച്ച് മഹാപുരുഷന്മാർ ലോകത്തെവിടെയും ഉണ്ടായിട്ടുണ്ട്. ഭാവാതീതന്മാർ. ശൂദ്രവും വൈശ്യവും ക്ഷാത്രവുമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അസ്തമിച്ച് സ്വാധ്യായ പ്രവചനാദികളുടെ ലോകങ്ങളിൽ മാത്രം നിരന്തരമായി ഇരിക്കുവാൻ കഴിയുന്ന, ലോകത്തിൽ ഒരു ജീവിയുമായും പകയില്ലാത്ത, സർവഭൂതങ്ങളും തന്നിൽ നിലകൊള്ളുന്നു എന്ന് ബോധ്യപ്പെടുകയും ലോകത്തിലൊന്നും തൻ്റെ ശത്രുവോ മിത്രമോ അല്ലാതാവുകയും ഏകർഷിയായി സഞ്ചരിക്കുവാൻ വേണ്ടുന്നതെല്ലാം തന്നിലുണ്ടായിരിക്കുകയും ചെയ്യുന്ന മഹാപുരുഷന്മാർ ഭൂമിയിൽ എത്രയോ ഉണ്ട്. ലോകമെമ്പാടും അവരുണ്ടായിട്ടുണ്ട്. ഭാവാതീതന്മാരായ അവർ പ്രായേണ കർമ്മങ്ങളെല്ലാം അറ്റുപോയവരാണ്. നിർബന്ധപൂർവം ത്യജിച്ചവരല്ല. ഏത് സമയത്തും വിഹിതങ്ങളും ഉത്തമങ്ങളുമായ കർമ്മങ്ങളൊന്നും ചെയ്യാൻ മടിയില്ലാത്ത, എന്നാൽ ആ കർമ്മങ്ങൾക്കു വേണ്ട വാസനകളും സംസ്കാരവും തങ്ങളിലില്ലാത്ത അവരുടെ ധ്യാനനിരതവും സമ്യക്കുമായ ജീവിതം ഒരുപറ്റം ആളുകൾക്ക് അനുകരണീയമെന്നും ഒരുപറ്റം ആളുകൾക്ക് വിരോധിയെന്നും ലോകത്ത് തോന്നിയിട്ടുണ്ട്. ആസ്തികരും നാസ്തികരുമായ ഇവരുടെ സംഘർഷങ്ങളിൽ നാസ്തികരുടെ സിദ്ധാന്തങ്ങളെ വളർത്തിയെടുത്തത് ഇവരുടെ ജീവിതത്തെ അനുകരണീയമെന്ന് കരുതിയ ആസ്തികർ തന്നെയാണ്. ഇമ്മാതിരി ഒരു ആസ്തിക ചിന്തയ്ക്കു നേരെ സുശക്തമായി വിരൽ ചൂണ്ടുക കൂടി ഭഗവത്ഗീതയുടെ ഈ കർമ്മസിദ്ധാന്തം ചെയ്യുന്നുണ്ട്.
അകർമ്മത്തിൽ സംഘം വന്ന് അകർമ്മത്തെ പ്രേരിപ്പിക്കുവാൻ തക്കവണ്ണം ആധുനിക ലോകം സുസംഘടിതമായി വരുന്നു ഒട്ടേറെ രംഗങ്ങളിലെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഉന്നത ശീർഷരായ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ആചാര്യന്മാർ നിറഞ്ഞു വിളങ്ങിയ മണ്ഡലങ്ങളിലേക്ക് മനസ്സിൻ്റെ വിഭ്രാന്തികളും കൽപ്പിത കഥകളും ആധ്യാത്മിക വിഭൂതികളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള അനേകം ഗ്രന്ഥസഞ്ചയങ്ങളുമായി പുത്തൻ ആധ്യാത്മികവാദികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള അതിസൂക്ഷ്മങ്ങളായ പാരസ്പര്യങ്ങളെ, ദി ഐ ഓഫ് ദ സോൾ, ആത്മാവിൻ്റെ ചക്ഷുസ് എന്ന് വിളിക്കാവുന്ന പാരസ്പര്യങ്ങളെ മുഴുവൻ തകർത്തെറിയുവാനുള്ള സംഭ്രാന്തമായ ഭീതിതമായ കൽപ്പനകൾ ഉതിർത്തുവിട്ട് സാങ്കല്പിക ലോകങ്ങളിലേക്ക് ആധുനിക യുക്തി ചിന്തകളുടെ ലോകങ്ങളെ മുഴുവൻ വലിച്ചടുപ്പിച്ച് സംഘങ്ങളും പ്രസ്ഥാനങ്ങളുമായി രൂപാന്തരപ്പെട്ട് വികസിക്കുമ്പോൾ ജനാധിപത്യ ലോകം വോട്ടിനു വേണ്ടി ഓടുന്ന അറിവില്ലാത്ത ഭരണാധികാരികൾക്കൊന്നിച്ചു കിട്ടുന്ന വോട്ടിൽ താൽപ്പര്യം പൂണ്ട് അവയെ താലോലിക്കുവാനും അവയ്ക്കു വേണ്ടി നിയമനിർമ്മാണങ്ങൾ ചെയ്യുവാനും അവയെ പരിപോഷിക്കുവാനും തദ്വാര ജനജീവിതവും പ്രകൃതിയുമെല്ലാം താറുമാറാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇന്ന് ഏതൊരു മനുഷ്യനും നോക്കിയാൽ കാണാം. ആധ്യാത്മികതയുടെ എല്ലാ കച്ചവട കേന്ദ്രങ്ങളും അല്പം പോലും ഭേദമില്ലാതെ സത്യമറിയാതെ ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സർവഭൂതങ്ങളെയും പ്രത്യേകാത്മാവിൽ കണ്ട് പ്രത്യേകാത്മാവിനെ പരമാത്മാവാണെന്നുറച്ച് അദ്വൈത ഭാവനയിലേക്കുയർന്ന് സമ്പുഷ്ടമായ ഒരു നിലയിലുള്ള ആധ്യാത്മികതയിൽ വിരാജിക്കുന്നവരല്ല ഇവർ. മറിച്ച് ആധ്യാത്മികതയെ കച്ചവടമാക്കുകയും അകർമ്മത്തിൽ സംഘം വന്നവരെയെല്ലാം കർമ്മത്തിനിറങ്ങിത്തിരിച്ച് പഠിപ്പിൻ്റെ ലോകങ്ങളിൽ, തൊഴിലിൻ്റെ ലോകങ്ങളിൽ വലിയ വലിയ ഡിഗ്രികൾ നേടിയവരും കർമ്മത്തിൻ്റെ കൈങ്കര്യങ്ങളിൽ പരാജയപ്പെട്ടവരും ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ ത്രാണിയില്ലാത്തവരും വിദ്യാഭ്യാസ ലൈസൻസ് കൊണ്ട് ഉന്നതരും സാമാന്യ വിജ്ഞാനത്തിൻ്റെ തലത്തിൽ, കോമൺ സെൻസിൻ്റെ തലത്തിൽ ശൂന്യരും ജീവിതരംഗങ്ങളിൽ പരാജിതരുമായ അകർമ്മത്തിൽ സംഘം വന്നവരെ മുഴുവൻ ജാതി മത ഭേദമില്ലാതെ, രാഷ്ട്രീയ നിറഭേദം കൂടാതെ ബാലൻ വൃദ്ധനെന്ന ഭേദമൊന്നുമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സംഘടിപ്പിച്ച് കൂത്താടുന്ന
ഒരാധ്യാത്മികതയ്ക്കു നേരെയാണ് ഭഗവാൻ കൃഷ്ണൻ അതിശക്തമായി അർജുനനെ മുൻനിർത്തി യുദ്ധക്കളത്തിൽ അകർമ്മത്തിൽ നിനക്ക് സംഘമരുതെന്ന് പറയുന്നത്. കർമ്മത്തിനു വേണ്ടി ദാഹിക്കുന്ന തലങ്ങളിൽ അന്ധക്കരണം വിശുദ്ധമാകാതിരിക്കുമ്പോൾ ധ്യാനനിരതനാകുന്ന യോഗിയുടെ അന്തരംഗത്തിൽ നിന്ന് നിഷിദ്ധ കർമ്മങ്ങളുടെ പരമ്പരകളാണ് ഉണ്ടാവുക. ഇത് പരിഹരിക്കുവാൻ ജയിലുകളും പട്ടാളങ്ങളും പോലീസും ഒന്നുമല്ല. ഇത് തെറ്റാണെന്ന് അവരെ അറിയിക്കുക എന്നുള്ളതാണ് ആവശ്യം. പക്ഷെ എന്തുകൊണ്ടോ ലോകം ഇത് അംഗീകരിച്ചിരിക്കുന്നു. സംഘടിതമായ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ നിന്ന് മതഭേദമില്ലാതെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശുഭോദർക്കങ്ങളല്ല. എങ്ങനെയൊക്കെ മൂടാൻ ശ്രമിച്ചിട്ടും എത്രത്തോളം ഭരണാധികാരികളുടെയും മാധ്യമങ്ങളുടെയും സഹായം ലഭിച്ചിട്ടും ജനങ്ങളുടെ ഇടയിലൂടെ പ്രചരിക്കുന്നത് എന്തിന്? ഈ സ്ഥാപനങ്ങളുടെ അകത്ത് തന്നെ താമസിച്ചുകൊണ്ട് അവിടുത്തെ അന്നം ഭുജിച്ചുകൊണ്ട് അതിനകത്ത് പ്രചരിക്കുന്ന വാർത്തകൾ പോലും ശുഭോദർക്കങ്ങളല്ല. ഇന്ത്യൻ മണ്ണിൽ ഇതിന് കാരണം കർമ്മം സ്വയമേ കെട്ടടങ്ങുന്നതിന് മുമ്പ് ജനങ്ങൾ അകർമ്മണ്യരാകാൻ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്നു. അപൂർവം ചിലപ്പോൾ അത്യപൂർവമായി ഇതൊന്നുമറിയാത്ത കർമ്മം താനെ അറ്റുപോയ ധ്യാനനിരതനായ അനുഭൂതി സമ്പന്നനായ ഒരുവനെ ചുറ്റിപ്പറ്റിയാകാം ഇവ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളോട് അനീതി പുലർത്തുന്ന ഒരുവൻ കൃത്രിമമായി കെട്ടിച്ചമച്ച ആധ്യാത്മികതയുമായി കൃത്യമായി കണക്കുകൂട്ടി കൃത്യമായി വ്യാവസായികമായി വ്യവസായികളെയും രാഷ്ട്രീയക്കാരെയും മറ്റുള്ളവരെയും പിടിച്ച് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നതാണെങ്കിൽ അതൊരു കച്ചവടം മാത്രമാണ്. അതോടുകൂടി അസ്തമിക്കും. ലോകത്ത് അനേകം ദുരന്തങ്ങളിൽ ഒന്ന് സംഭവിച്ചു എന്ന് കരുതിയാൽ മതി. അതല്ല, ആധ്യാത്മികമായി ഉയരുകയും പ്രത്യേകാത്മാവിൽ ഭൂതങ്ങളെ കാണുകയും കാരുണ്യം വഴിഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഒരേകർഷിയെ ചുറ്റിപ്പറ്റി ആ അറിവ് വേണ്ടാത്ത ജനങ്ങൾ വ്യാവസായിക താൽപ്പര്യങ്ങളെ മുൻനിർത്തി അവരോടുള്ള പ്രകൃതിയുടെ പാരസ്പര്യത്തെ, അവർക്കുള്ള ഈശ്വരീയമായ ഔന്നത്യത്തെ, അവരുടെ വാക്കിൽ നിലനിൽക്കുന്ന സത്യത്തെ തങ്ങളുടെ അസത്യങ്ങൾക്ക് മറപിടിക്കാൻ, തങ്ങളുടെ കൊള്ളിക്കരുതാഴികകളെ വിറ്റഴിക്കാൻ ഉപയുക്തമാണെന്നറിഞ്ഞ് ഭരണം കൈയാളുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും
വ്യത്യസ്ത ജാതി മതങ്ങളുടെ സംഘടിത ശക്തിയിൽ നേതാക്കന്മാരായവരും പല രംഗങ്ങളിൽ പഠിച്ചു പരാജയപ്പെട്ടവരും വന്നു ചേർന്ന് നിലകൊള്ളുന്നു എങ്കിൽ ഇവരുടെ തെറ്റുകൾ കുറേയെല്ലാം അവരുടെ മേലും അവരുടെ തപസ്സും സ്വാധ്യായവും ഇവരുടെ മേലും കലർത്തി പുറത്തു ജനം ചിന്തിക്കാനിടയായാൽ ഇതിനൊരുങ്ങി പുറപ്പെട്ടവരുടെ സന്തതി പരമ്പരകൾ ഒരിക്കലും ഈ പാപങ്ങളിൽ നിന്ന് മുക്തമാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ശോചനീയത. പലപ്പോഴും അതിൽപ്പെട്ട ആചാര്യന്മാർ ഈ സത്യം പറഞ്ഞുകൊടുക്കാതെ തങ്ങളുടെ സാധനകളിലൂടെ മുന്നേറുമ്പോൾ അനധിവിദൂര ഭാവിയിൽ ആരോഗ്യം തകർന്ന ഒരു തലമുറയും ദുഃഖങ്ങൾ നിറഞ്ഞ ഒരു തലമുറയും ഈ മണ്ണിൽ രൂപാന്തരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അതിനെ കരുതി ഭരണാധികാരികളാണ് ധ്യാനനിരതനായ യോഗിക്ക് പക്ഷപാതങ്ങളില്ലാത്തതുകൊണ്ടും ധ്യാനം എവിടെ വെച്ചും സുന്ദരമാകൊണ്ടും ജയിലിനകമോ പുറമോ പോലും വ്യത്യസ്തമല്ലാത്തതുകൊണ്ടും അവരെ കണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റും കൂടിയിരിക്കുന്നവർ ജനോപദ്രവകരമാണ്, ഒന്ന് സഹകരിക്കണം, ഒരാഴ്ച നിങ്ങളെ ഒന്ന് ജയിലിലാക്കുകയാണ്. കലാപമുണ്ടായാൽ ദുഷ്ടന്മാർ തമ്മിൽ തല്ലി ചത്തൊടുങ്ങി കിട്ടും. ജയിലിലാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ദുഷ്ടന്മാരെ ജയിലിലാക്കിയവൻ്റെ അണികളും ജയിലിലാക്കിയവൻ്റെ അണികളായ ദുഷ്ടന്മാരെ അകത്താക്കിയവൻ്റെ അണികളും തമ്മിൽ തല്ലി ചത്തൊടുങ്ങുമ്പോഴെങ്കിലും ശുദ്ധത നാടിനുണ്ടാവും. അത്രയും ക്രൂരമായൊരു വിനോദത്തിന് തുനിഞ്ഞാൽ പോലും ഉത്തമന്മാർക്ക് ജീവിക്കാൻ കഴിയും. ഉത്തമമായ ജീവിതമാണ് ഭരണാധികാരി ആഗ്രഹിക്കുന്നതെങ്കിൽ, ഉത്തമ ജീവിതമാണ് ധ്യാനനിരതനായ യോഗി ആഗ്രഹിക്കുന്നതും പറഞ്ഞുകൊടുക്കുന്നതും നാട്ടിൽ വളരാൻ ഇടയാക്കുന്നതും എങ്കിൽ ഇത് ചെയ്യേണ്ട സമയം വൈകിയിരിക്കുന്നു എന്ന് തീർച്ചയാണ്. നാടിന്ന് കടന്നു പോകുന്ന അനർത്ഥങ്ങളിൽ നിന്ന്, നാട്ടിലുണ്ടാകുന്ന കലാപങ്ങളിൽ നിന്ന് ജനതയെ മാറ്റി നിർത്താൻ ഭരണാധികാരികളും മതനേതാക്കന്മാരും ആഗ്രഹിക്കുന്നെങ്കിൽ അവരിത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അതല്ല, കേണൽ ഇംഗർസോൾ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും കഴുകന്മാരാണെങ്കിൽ, ഒരേ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കഴുകന്മാരാണെങ്കിൽ പരസ്പരം സഹായിച്ച് ദുഷ്ടന്മാരായ അണികൾക്കു വേണ്ടി പ്രകൃതിയെയും സാധാരണ ജനത്തെയും വിട്ടുകൊടുത്ത് ക്രൂരമായ ഈ വിനോദം തുടരുകയാണ് ചെയ്യുക. ഈ വിനോദം തുടരുന്നുവെങ്കിൽ ഭരണാധികാരികൾ ഉത്തമന്മാരല്ലെന്നോ അവർ കഴുകന്മാർ തന്നെയാണെന്നോ ധ്യാനഗുരുക്കന്മാർ കള്ളവും വഞ്ചനയും നിരത്തി മതനേതാക്കന്മാരായി ചമഞ്ഞ് അതേ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ മറ്റു തരം കഴുകന്മാരാണെന്നും നമുക്ക് തീരുമാനിക്കേണ്ടി വരും. ഇത്തരമൊരു ദുസ്ഥിതിയിലേക്ക് സംഘടിതമായി ജനത പോകാതെ നന്മ എവിടെയുണ്ടെങ്കിലും
മതജാതി വിഭേദങ്ങളില്ലാതെ എല്ലാം ജീവിതമാണെന്നും കർമ്മം അനിവാര്യമായിരിക്കുന്നിടത്ത് അകർമ്മസംഗം അരുതെന്നും നിരന്തരമായ കർമ്മം ചെയ്യുമ്പോൾ അന്ധഃകരണം വിശുദ്ധമാകുമെന്നും അതിനിടയിൽ അവിശുദ്ധങ്ങളായ വികാരങ്ങൾക്കിടം ലഭിക്കില്ലെന്നും അറിഞ്ഞു പെരുമാറേണ്ട സമയമായിരിക്കുന്നു. ഇവിടെയാണ് കർമ്മം ചെയ്യാതെ ക്ഷണമാത്രം കൂടി ഇരിക്കാൻ പ്രയാസമാണ്. വിഹിത കർമ്മങ്ങൾ അകർമ്മസംഗം കൊണ്ട് ത്യജിച്ചു എന്നു വന്നാൽ ഏതെല്ലാം കർമ്മമാണ് പാരിശേഷികമായി ഉള്ളത് എന്ന നമ്മുടെ മുൻ ചോദ്യത്തിന് നിഷിദ്ധ കർമാചരണം ചെയ്യുമെന്ന് തന്നെയാണ് ഉത്തരം. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും മനസ്സനർത്ഥം ചിന്തിച്ചുകൊണ്ടെങ്കിലും ഇരിക്കും. ഈശ്വരധ്യാനത്തിന് സ്വാഭാവികമായി വീഴുന്നതുവരെ മനുഷ്യ മനസ്സ് അനർത്ഥ ചിന്തകളുടെ കേദാരമാണ്. വ്യർത്ഥചിന്തനം കൊണ്ട് കേവലം കാലക്ഷേപം മാത്രമല്ല ഉളവാകുന്നത്, പാപചിന്തനം കൊണ്ട് മാനസപാപമുണ്ടാകുന്നു. ഇതിൻ്റെ വർണ്ണനം യോഗസൂത്രഭാഷ്യത്തിൽ വരുന്നുണ്ട്. മറ്റൊരു കാര്യം, വ്യർത്ഥചിന്തനം കൊണ്ട് വാസന ഉൽപ്പന്നമാകുന്നു. വാസനയുടെ ആവിർഭാവത്തിന് കാരണമായ അകർമ്മസംഗത്തെ അരുത് എന്ന് 4 കർമ്മസൂത്രങ്ങളിലൂടെ 47-ാം ശ്ലോകത്തിൽ അത്യന്തഭാസുരമായി അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് നൽകിയ പരമകാരുണികനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപൂർവം നമുക്ക് നമസ്കരിക്കാം.